നേരത്തെ ആദ്യ റൗണ്ടിൽ പ്രിൻറ്റു പറഞ്ഞ വാദങ്ങൾക്കൊന്നും ഒരു ഗ്രൗണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാനേ നിങ്ങൾക്ക് കഴിയില്ല. മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാൻ കോടതികളുണ്ട് ഇവിടെ. ഗവർണർക്കല്ല അതിൻ്റെ അധികാരവും അവകാശവും. മാത്രമല്ല കേരളത്തിലെ ഈ ബില്ലുകൾ പിടിച്ചുവെച്ച 7 എണ്ണമാണ് പെട്ടെന്ന് അയച്ചത്. അതും വളരെ രസകരമാണ്. കേരളം റിട്ട് കൊടുത്ത ഉടനെ തന്നെ നവംബർ 20-ന് 2023 നവംബർ 20-നാണ് 7 ബില്ലുകൾ ധൃതി പിടിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയച്ചത്. അതിനുശേഷം അതേ നവംബറിൽ 29-ാം തീയതി 2023, ഓർക്കണം ഇത് 2025 ആ നടപടി സുപ്രീം കോടതി ശക്തമായി വിമർശിച്ചു ഗവർണറുടെ നടപടിയെ. നവംബറിൽ ഈ നിയമ പോരാട്ടം തുടരുകയാണ്. നഷ്ടമാർക്കാണ്? ഒരു സംസ്ഥാനത്തെ ജനത്തിനാണ്. അവരുടെ ക്ഷേമത്തിന് വേണ്ടി നടപ്പാക്കുന്ന നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നില്ല. ഇതൊന്നും നിങ്ങൾ പറഞ്ഞ യൂണിവേഴ്സിറ്റി ബില്ലുകളൊന്നും, അതുപോലെ തന്നെ മറ്റേതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബില്ലാണ്, ഞാൻ വേണമെങ്കിൽ വായിക്കാം, ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന്. ഇതൊന്നും മുമ്പ് നിങ്ങളൊന്നും പറയുന്നത് പോലെ പ്രസിഡന്റിൻ്റെ മുമ്പാകെ പോകേണ്ടതേയല്ല. അതാണ് അതിലെ പ്രധാന പ്രശ്നം. 7 എണ്ണത്തിൽ 4 എണ്ണം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് നമ്പർ 2 ബിൽ, അതുപോലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ബിൽ 2022, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബിൽ 2022 ആൻഡ് ഫോർ യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് നമ്പർ 3 ബിൽ, അങ്ങനെ 4 എണ്ണം തടഞ്ഞു വെച്ചിരിക്കും. ഇതൊന്നും വ്യവസ്ഥകൾ പ്രകാരം രാഷ്ട്രപതിക്ക് അടുത്തേക്ക് അയക്കേണ്ടതേയല്ല. 3 എണ്ണത്തിന് അനുമതി കൊടുക്കുക, 4 എണ്ണം തടഞ്ഞു വെക്കുക, അതടക്കം ചലഞ്ച് ചെയ്തിരിക്കുകയാണ് കേരളം. അപ്പോൾ നിങ്ങളുടെ പറയുന്ന ഒരു വാദത്തിനും സ്കോപ്പില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ പലരും അവതരിപ്പിച്ചല്ലോ പ്രിൻറ്റു. അല്ല, ഇതിനകത്ത് ആർട്ടിക്കിൾ 200-മായി ബന്ധപ്പെട്ട് ഇതിനകത്ത് നമ്മളെ പാനലിസ്റ്റുകൾ പറഞ്ഞതും അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ ഗവർണർക്ക് ഒപ്പിടാം, ചാൻസലർക്ക് ഗവർണർക്ക് ഒപ്പിടാം, അല്ലെങ്കിൽ തടഞ്ഞു വെക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് രാഷ്ട്രപതിക്ക് അയക്കാം. അതിനകത്ത് ഇപ്പോൾ ആർട്ടിക്കിൾ 200-മായി ബന്ധപ്പെട്ട് ജഡ്ജ്മെൻറ്റിനകത്ത് 2 പേർ നടത്തിയ ജഡ്ജ്മെൻറ്റിനകത്ത് പറഞ്ഞ ഈ സമയബന്ധിതമായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 200-ൻ്റെ ഘടനയിൽ വരുന്നതാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനകത്ത് സ്വാഭാവികമായി ചർച്ച ഉണ്ടാവും. അപ്പം നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതാരാ? കേന്ദ്ര സർക്കാരിനോ ഇല്ലാത്ത വാദമാണത്. ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുമെന്നൊരു വാദം ആരും ഇതുവരെ എടുത്തിട്ടില്ല, എടുക്കാനും കഴിയില്ല. അത് വേറെ കാര്യം. മാത്രമല്ല സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇത്ര മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കണം. സാധ്യതകളുണ്ട്. അല്ല സാർ, സാധ്യതകളുണ്ടെങ്കിൽ അത് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? സാധ്യത വളരെ വീക്കാണ്, കേസ് വീക്കാണ്. ഭരണഘടനാ വിഷയമായി അല്ല സാധ്യതകളുണ്ട്. അത് അങ്ങനെ വീക്കല്ല. കേന്ദ്ര സർക്കാരിനും ഗവർണർക്കും ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകാനുള്ള എല്ലാ തരത്തിലുള്ള മെറിറ്റുമുണ്ട് സാർ. പിന്നെ ജഡ്ജി വിധിച്ചു കഴിഞ്ഞാൽ നിയമമാകുമെന്ന് ജേക്കബ് സാറാണോ? അല്ല അങ്ങ് പറയട്ടെ. ഈ ജേക്കബ് സാറോ അദ്ദേഹമാണോ ആരോ പറഞ്ഞെന്നറിയില്ല. ജഡ്ജി വിധിച്ചു കഴിഞ്ഞാൽ നിയമമാകും. ഏത് ഭരണഘടനയുടെ ഏത് നിയമപ്രകാരമാണ് അദ്ദേഹം പറയുന്നത്? അല്ല, അങ്ങനെ സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ നിയമമാവുമോ? അങ്ങനെ ആവുമോ ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയിൽ? അങ്ങനെയാണെങ്കിൽ ഈ ലെജിസ്ലേറ്റീവ് സംവിധാനത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നോക്കൂ, അതിനകത്ത് അമിതാധികാര പ്രവണത, നിയമസഭ പാസാക്കുന്ന പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് പിന്നെ വഖഫ് ബില്ല് പാസ്സാക്കിയപ്പോൾ 14 ഹർജികൾ സുപ്രീം കോടതിയിൽ പോയത്? അതാണ് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമാണോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്, ഇല്ലീഗലാണ്, തെറ്റാണ് എന്ന് പറഞ്ഞത്. പരിശോധിക്കാം നിയമമാണ് എന്ന് വ്യവസ്ഥ പരിശോധിച്ച് വിധി വന്നാൽ അതാണ് രാജ്യത്തെ നിയമം. അറിയാമല്ലോ, രാജ്യത്ത് ഈ കാര്യങ്ങളിൽ ഗവർണർമാർ ഇനി ഫോളോ ചെയ്യേണ്ടി വരുന്നത് ഈ ഡയറക്ഷനാണ്, ഈ ഉത്തരവാണ്, അതാണ് നിയമം. 200-മായി ഞാൻ പറയുന്നത് ശരത് സാർ ആർട്ടിക്കിൾ 200-മായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയിട്ടുള്ള രണ്ടാമത്തെ അതിൽ സെക്കൻഡ് അങ്ങ് പറഞ്ഞിട്ടുള്ള ടൈം ലിമിറ്റ് പറഞ്ഞുകൊണ്ട് കോടതി വിധി നിയമമാകുമോ എന്നുള്ളതിൻ്റെ സാധ്യത നമ്മൾ പരിശോധിക്കപ്പെടണം. ഞാൻ മാത്രം അങ്ങ് പരിശോധിക്കപ്പെടണം. ഭരണഘടനാപരമായിട്ട് വിദഗ്ധന്മാരാണ് അതിനകത്ത് കൃത്യമായിട്ട് അഭിപ്രായം പറയേണ്ടത്. നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ ബില്ലുകളും ഒപ്പിടാതെ വെച്ച ഗവർണറല്ല രവി.
ഞാൻ പറഞ്ഞല്ലോ ഈ 10 ബില്ലുകൾക്ക് അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. 2017 മുതൽ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ബിൽ 2020 മുതൽ നടന്നിട്ടുള്ള ബില്ലുകളാണ്. തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികളിൽ നടന്നിട്ടുള്ള കോടതിയിൽ തോറ്റുപോയ ആർഗ്യുമെന്റ് ആണ്. ആ കേസിൽ തോറ്റ ആർഗ്യുമെന്റ്സ് വീണ്ടും ഒരു ചർച്ചയിൽ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? നിങ്ങൾക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. കോടതി പറഞ്ഞ കാര്യം ഈ ബില്ലിന്മേൽ അടയിരിക്കാൻ അധികാരം ഗവർണർക്കില്ല. അതാണ് എന്റെ പ്രശ്നം. അത് സത്യമാണ്. ഞങ്ങൾക്കും അഭിപ്രായം തന്നെയാണ്. ഒരു വിഷയമായി അല്ല ഞാൻ പറയട്ടെ, ഒരു വിഷയമായി അതിന് ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. തെറ്റ്. ഒരു ചർച്ചയിലും ഒരു ബിജെപി പ്രതിനിധിയും നാളിതുവരെ പറഞ്ഞിട്ടില്ല. അത് ഗവർണറുടെ അവകാശമാണെന്നാണ് നിങ്ങളടക്കം ബിജെപി പ്രതിനിധികൾ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. ഗവർണർമാർക്ക് എന്ന് ആ ബില്ലുകളിൽ ഒപ്പുവെക്കണമോ വേണ്ടയോ അത് അവരുടെ അധികാരവും അവകാശവുമാണെന്ന് വാദിച്ചവരാണ് കേരളത്തിലെ ബിജെപി പ്രതിനിധികൾ എല്ലാ ചർച്ചയിലും. ഇന്ന് പ്രിന്റു സൗകര്യത്തിന് വേണ്ടിയെങ്കിലും സുപ്രീം കോടതി അത്ര ക്ലിയറായി പറഞ്ഞതുകൊണ്ട് ഇത്രയെങ്കിലും പറഞ്ഞത് നല്ലത്. അല്ല, സൗകര്യത്തിലല്ല സാർ. അല്ല, എത്ര കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇത്. അടയിരിക്കുക എന്നുള്ളത് അത് ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ. പക്ഷെ ഇതിനകത്ത് കോടതി ആകമാനം ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചോ ചാൻസലർ അധികാര പരിധിയെക്കുറിച്ചൊക്കെ ഈ ജേക്കബ് സാർ ബാക്കിയുള്ളവരും പറഞ്ഞതുപോലെ അങ്ങനെ നിയതമായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അങ്ങ് പറഞ്ഞ മനസ്സിലാക്കി ഇനി പറഞ്ഞ തത്വത്തിൽ ഈ 10 ബില്ലുകൾ പാസ്സായി നിയമമായി എന്നാണല്ലോ. അല്ല, അങ്ങ് പറയുന്നുണ്ടല്ലോ സാർ, അതും തെറ്റാണ്. കാരണം UGCയുടെ ഭേദഗതി ചട്ടം പാർലമെന്റ് പാസ്സാക്കി. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഈ 10 ബില്ലുകളും നിയമവിധേയമായി നിലനിൽക്കില്ല സാർ. കാരണം സുപ്രീം കോടതിയിൽ UGCയും സംസ്ഥാനവും തമ്മിൽ UGC സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞ് UGC പറയുന്നതാണ് ശരി എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്ന വലിയ അവകാശവാദങ്ങളെ പോലെ തന്നെ ഈ 10 ബില്ലും നിയമത്തിനകത്ത് നിൽക്കുന്നില്ല എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ശ്രീ അനിൽകുമാർ, ഇങ്ങനെ പ്രിന്റു പറഞ്ഞതുകൊണ്ട് അത് വസ്തുതയാകുന്നില്ല. കാരണം അതല്ല ഇന്ന് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞതിലെ പിശകുകൾ ആദ്യം താങ്കൾക്ക് തോന്നുന്നത് എന്താണ്, ഏത് നിലയിലാണ് അതിനെ കൗണ്ടർ ചെയ്യുന്നത്? ഞാൻ അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ ഹർജി മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളുണ്ട് ഗവർണറുടെ നടപടിയുമായി ബന്ധപ്പെട്ട്. അത് ഈ കേസുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ വളരെ സിമിലറാണ്, ഒരു വ്യത്യാസവും ഇല്ലാത്തതാണ് എന്നുകൂടിയാണോ കരുതുന്നത്? കാരണം മെയ് 13-നാണ് ചീഫ് ജസ്റ്റിസ് ആ കേസ് പരിഗണിക്കാൻ പോകുന്നത്. UGC ചട്ടഭേദഗതി കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. അത് നടപ്പാക്കിയിട്ടില്ല. കരട് പ്രസിദ്ധീകരിച്ച് മാത്രമേ ഉള്ളൂ. 2 ചട്ടഭേദഗതി എന്ന് പറയുന്നത് ചട്ടം അത്രേ ആയിട്ടുള്ളൂ, അത് നടപ്പിലാക്കിയിട്ടില്ല. രണ്ടാമത്തത് അത് ഭേദഗതി എന്ന് പറയുന്നത് ഓർഡേഴ്സാണ്, നിയമനിർമ്മാണത്തെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് UGC ചട്ടങ്ങളും സംസ്ഥാനത്തിന് അധികാരപ്പെട്ട നിയമങ്ങളും തമ്മിൽ സംഘർഷം വന്നാൽ സംസ്ഥാന നിയമസഭയുടെ നിയമം നിൽക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സർവകലാശാലകളുടെ കാര്യത്തിൽ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമേ UGCക്ക് അധികാരമുള്ളൂ. അതുകൊണ്ട് ആ കാര്യം ഒന്ന് മാറ്റി വെച്ചേക്കുക. ഞാൻ പറയട്ടെ, അങ്ങനെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത്. എന്താ അങ്ങ് തെറ്റ് പറയല്ലേ? വസ്തുതയ്ക്ക് അല്ല, അങ്ങ് പറയുന്നത് ഇപ്പോ സ്റ്റേറ്റും UGC ചട്ടവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ UGC ചട്ടമേ സാർ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ഓർഡറാണ്. ശ്രീ അനിൽകുമാർ, കണ്ണൂർ കൂടി പരാമർശം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. താങ്കൾ അതിന് മറുപടി താങ്കളുടേതായി പറഞ്ഞു. 2018 UGC BC നിയമനവുമായി ബന്ധപ്പെട്ട് പാനൽ സംവിധാനം കൊണ്ടുവന്നു. ആ പാനൽ സംവിധാനം പാലിച്ചില്ല എന്ന കാരണത്താലാണ് ആ നിയമനം ചോദ്യം ചെയ്യപ്പെട്ടത്. അത്രയുള്ള കാര്യം. ഇനി പാനൽ വെച്ചിട്ട് ഇക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതിനാർക്കും അവിടെ തർക്കം? പാനൽ വെച്ചിട്ട് ആര് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനാണ് അതിൻ്റെ മുൻഗണനാ ക്രമം. ആ അധികാരമൊന്നും അവിടെ നിൽക്കാനുള്ള UGCക്കും അധികാരമില്ല. UGC ഗ്രാൻറ്റ് കൊടുക്കുന്ന സ്ഥാപനമാണ്. അവരാണോ സർവകലാശാല ഭരിക്കേണ്ടത്? അവരാണോ BC-മാരെ തീരുമാനിക്കാൻ പോണത്? അതൊക്കെ കൈവച്ചാൽ മതി. ഇനി എന്താണ് നിയമം? ഭരണഘടനയുടെ 200-ാം വകുപ്പ് എന്താ പറയണത്? പുതിയ ചട്ടം ഒരു സംസ്ഥാനം നിങ്ങൾ 5-അംഗ പാനൽ പറയുന്ന UGC ചട്ടപ്രകാരം 3-അംഗ പാനലാണുള്ളത്. സാർ, അത് പുനർനിയമനമാണെന്നുള്ളൊരു നിഗമനത്തിൽ നിന്നുകൊണ്ടാണ് കണ്ണൂർ സർവകലാശാല അതിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അവിടെയാണ് സുപ്രീം കോടതി അതിനോട് വിയോജിച്ചത്. ആ നിലയിലൊക്കെ അതിന് കാര്യങ്ങളുള്ളൂ. അതിനൊക്കെ അപ്പുറം വിപുലമായ പ്രശ്നമാണിപ്പോൾ ഗവർണർമാരൊരു നാട്ടിലുണ്ടാക്കിയ കുഴപ്പങ്ങൾക്ക് സുപ്രീം കോടതി വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്.
അതിൽ ബി ജെ പിക്ക് ശ്രീ അനിൽകുമാർ ബി ജെ പിക്ക് പൊളിറ്റിക്കലായി ഗവർണർമാരെ ഇനി ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര എളുപ്പത്തിൽ ഈ രൂപത്തിൽ കഴിയുമോ? ചോദ്യം അതാണ്. ഒന്നാമത്തെ കാര്യം, ഈ യൂണിവേഴ്സിറ്റിയുടെ നിയമമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമമാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാൻ ഏതെങ്കിലും നിയമം അനുവദിക്കുന്നുണ്ടോ ഗവർണർക്ക് അധികാരം? ഒറ്റ പോയിന്റേ ഉള്ളൂ. ഈ നമ്മുടെ രാജ്യത്തിനകത്ത് ഭരണഘടനയിൽ 3 പട്ടികയുണ്ട്. സംസ്ഥാന പട്ടിക, കേന്ദ്ര പട്ടിക, സമവർത്തി പട്ടിക. കേന്ദ്രവുമായി ബന്ധപ്പെട്ടൊരു നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ ആ കാര്യത്തിൽ സംശയം തോന്നിയാൽ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമം ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതി പറയുകയാണ് അത് ഞങ്ങളുടെ കേന്ദ്രാധികാരവുമായി ബന്ധപ്പെട്ട വിഷയമുള്ളതുകൊണ്ട് അത് മാറ്റണം, ബാക്കി നിങ്ങൾക്ക് തന്നിരിക്കും, തിരിച്ചേക്കാം. മാറ്റിവെക്കാൻ അവകാശമില്ല, വീറ്റോ ചെയ്യാൻ അവകാശമില്ല, രാഷ്ട്രപതിക്ക് അവകാശമില്ല. അതാണ് വിധി. രണ്ടാമത്തെ പോയിന്റ്, 200-ാം വകുപ്പിൽ എന്താ പറയുന്നത്? ഒരു നിയമം ഒരു നിയമസഭ പാസ്സാക്കിയാൽ 3 കാര്യങ്ങൾ നടക്കണം. ഒന്നെന്ത് ചെയ്യണം? ഗവർണർക്ക് അത് ഒപ്പിടാം, അസെൻറ്റ് കൊടുക്കാം. നമ്പർ 1, അസെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, ഏതെങ്കിലും കേന്ദ്രാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. വിത്ത് ഹോൾഡ് ചെയ്താൽ എന്ത് വേണം? ഇന്ന കാരണങ്ങളാണ് ഈ നിയമത്തിൻ്റെ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയ്ക്ക് തിരിച്ചയക്കണം. നിയമസഭ അത് കേട്ടിട്ട് അത് പാസ്സാക്കുകയാണെങ്കിൽ ഗവർണർ ഒപ്പിടുക തന്നെ വേണം. ഇതല്ലേ 200-ാം വകുപ്പ് പറയുന്നത്. അതിന് രാഷ്ട്രപതിക്ക് അയച്ചാലും രാഷ്ട്രപതി എന്താ കാണിക്കേണ്ടത്? അന്തിമമായിട്ട് അത് വെച്ചോണ്ടിരിക്കണോ? അതിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങണോ? തലവണയാക്കിയിട്ട് അതിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങാനാണോ നിയമത്തിൽ പറയണത്? അല്ല, രാഷ്ട്രപതി ഉത്തരം പറയണം. അതുകൊണ്ടാണ് ഇന്ന് ഒരു തീരുമാനം വന്നിരിക്കുന്നത്. 3 മാസം സമയം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ ഒരു വിധി കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി കേൾക്കണം, ഉടനെ അയച്ചേക്കണം. നിങ്ങൾ കൈവശം വെച്ച് എല്ലാ കാര്യം ചെയ്തിട്ട് 23 മാസം കഴിഞ്ഞ് രാഷ്ട്രപതി അയക്കുന്ന പണി ഇനി മേലെ ഇറക്കരുത്. ആ പണി ഇറക്കരുതെന്ന് ഇവിടുത്തെ ഗവർണർമാരോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ഗവർണർ എൻ രവിയും ആരിഫ് മുഹമ്മദ് ഖാനും ചെയ്ത നീചമായ കളികൾ തിരുത്തണം. രാഷ്ട്രപതി എന്ത് ചെയ്യണം? രാഷ്ട്രപതിക്ക് കിട്ടിയാൽ രാഷ്ട്രപതി വെറുതെ അതിൻ്റെ മേലെ കിടന്ന് ഉറങ്ങരുത്, അടയിരിക്കരുത്. രാഷ്ട്രപതി അതിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് തിരിച്ചയച്ചാൽ 1 മാസം കൊണ്ട് പരിപാടി തീർക്കണം. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3-4 മാസത്തെ പരിപാടിയേ ഉള്ളൂ. അതിന് പകരം ഇപ്പം എത്രയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? 4 കൊല്ലോ. അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ വിജയമാണിത്. കാരണം ഞങ്ങൾ യുദ്ധം നടത്തി, RSSുമായിട്ട യുദ്ധം. ചില ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ എന്താ പറയണമെന്നറിയാമോ? അല്ല, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു. അൺകോംപ്രമൈസിങ് ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF. ഭരണഘടനയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. അത് ഉയർത്തിപ്പിടിച്ചു എന്നുള്ള അഭിമാനം ഞങ്ങൾക്കുണ്ട്.